ശാലിനി നടക്ക്. നമ്മൾ ഇങ്ങനെ വഴക്ക് പറയാൻ മാത്രം നമ്മൾ എന്ത് തെറ്റാ ചെയ്തെന്ന് സത്യമയോട് ചോദിക്കണ്ടേ അമ്മേ? ഒരു തെറ്റും ചെയ്യാത്ത നമ്മള് കുറ്റവാളികളെ പോലെയാ ഇവിടെ ഇറങ്ങി പോവാൻ പോകുന്നേ. അതിന്റെ കാരണമെങ്കിലും ഒന്നും അറിയണ്ടേ? ഇത് സത്യാമ്മയ്ക്ക് അവകാശപ്പെട്ട ലോൺ തന്നെയാ. പക്ഷെ അതാദ്യം പാസ്സായത് എന്റെ അമ്മയ്ക്കാണെന്ന് മാത്രം. അമ്മ ഒഴിവ് പറഞ്ഞിട്ടാ ഇപ്പൊ അത് സത്യാമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അത് വന്ന് പറഞ്ഞത് സത്യാമ്മയെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടല്ല. അമ്മയ്ക്ക് സത്യാമ്മയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് വന്നതാ. അപ്പൊ നിന്റെ അമ്മ ബാക്കി വെച്ചത് ഈ വീട്ടിലുള്ളവരെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയാണോടി നീ ഇപ്പൊ എല്ലാരും കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങിയത്? ഒരു ലോണിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് സത്യാമ്മയെ വിലക്കെടുക്കാൻ വന്നേക്കുന്നു. നിനക്ക് സാധിക്കില്ല, നിന്റെ കൂടെ വന്നിരിക്കുന്ന നിന്റെ തള്ളയ്ക്ക് സാധിക്കില്ല സത്യാമ്മയെ ഒതുക്കാനും മെരിക്കാനും അടക്കി നിർത്താനും. ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇങ്ങനൊരു വരവ് തന്നെ വേണ്ടെന്ന്. എനിക്കറിയാം, എത്രയൊക്കെ പഠിച്ചാലും ദൈവം സൂചനകൾ നൽകി പഠിപ്പിക്കാൻ നോക്കിയാലും സത്യമ പഠിക്കില്ല. അമ്മ വന്നേ, പോവാം. നിക്ക്. അപ്പൊ നീ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നേക്കുവാണല്ലേ? അതോ ഈ വയസ്സാം കാലത്ത് 4 അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി തന്നെ വന്നേക്കാ അല്ലേ? കുടുംബശ്രീ ലോൺ ശരിയാക്കിയിട്ടുണ്ടെന്ന്. നിന്റെ ജോലിയുടെ വലിപ്പമേ നിന്റെ കൈ തന്നെ വെച്ചാ മതി. സത്യഭാമയുടെ അടുത്ത് എടുക്കല്ലേ? നാട് നീളെ തെണ്ടി നടന്ന് തിന്നാലും നിന്റെ മുന്നിൽ ഒരു അല്പം വെള്ളത്തിന് പോലും സത്യഭാമ കൈനീട്ടില്ല. കാരണം സത്യഭാമ അങ്ങനെ ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കയില്ല. വേണ്ട സത്യമേ, കാട് കയറി പറയണ്ട. ഞങ്ങൾ പോവുക. വന്നു പോയതിലും കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ നിന്നു പോയതിലും സത്യാമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എല്ലാത്തിനും മാപ്പ്. മക്കളെ പോവാം, വാ. ശാലിനി നടക്ക്. നമ്മൾ ഇങ്ങനെ വഴക്ക് പറയാൻ മാത്രം നമ്മൾ എന്ത് തെറ്റാ ചെയ്തെന്ന് സത്യമയോട് ചോദിക്കണ്ടേ അമ്മേ? ഒരു തെറ്റും ചെയ്യാത്ത നമ്മള് കുറ്റവാളികളെ പോലെയാ ഇവിടെ ഇറങ്ങി പോവാൻ പോകുന്നേ. അതിന്റെ കാരണമെങ്കിലും ഒന്നും അറിയണ്ടേ? അറിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ. ശരിയാ, നീ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ വന്ന തെറ്റ് തന്നെയാ. വാ, വന്ന് വണ്ടി കയറാൻ നോക്ക്. ഇനി ഇവിടെ നിൽക്കണ്ട. സത്യമ്മയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. വാ മക്കളെ. അച്ഛാ, ഞങ്ങള് പോവാ. വാ മക്കളെ. പോട്ടെ സത്യമേ. വാ പപ്പി. നീ എന്നാ ഭാമി നന്നാവുന്നു? നന്നാവാനായിട്ട് ദൈവം തരുന്ന ഓരോ ശ്രമങ്ങളെ നീ തട്ടിത്തെറിപ്പിച്ചോണ്ടിരിക്കണോ? എത്ര കിട്ടിയാലും പഠിക്കില്ല നീ അല്ലേ? നിങ്ങൾ മരുമകളെ കൊണ്ട് എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. സത്യഭാമ സ്വയം വഴിതെളിച്ച് മുന്നോട്ട് പോകുന്നവളാ. ഒരാളുടെ ആശ്രയില്ലാതെ ജീവിച്ച് കാണിക്കുകയും ചെയ്യും. അതിന് ഒരാളുടെ ഔദാര്യം എനിക്ക് വേണ്ട, രാഘവേട്ടന്റെ പോലും. നീ നന്നാവില്ല, ഈ ജന്മത്ത് നന്നാവില്ല. ആരും കാണണ്ട ഇത്രയും വലിയൊരു കുട്ടിക്ക് വാരി കൊടുക്കുന്നത്. ഒന്ന് പോമേ, അമ്മയ്ക്ക് കാണാൻ വയ്യെങ്കിൽ അമ്മ കണ്ണടച്ചിരുന്നോ? കേട്ടില്ലേ ചേട്ടനാ കുഞ്ഞിനെ ഇങ്ങനെ വഷളാക്കുന്നത്? പിന്നെ വന്ന് ഞാൻ പറയുന്നൊന്നും ഇവള് കേൾക്കത്തില്ല. മോൾ അമ്മ പറയുന്നത് കാര്യക്കണ്ട. മോള് കഴിച്ചോ. ഇത് തന്നെ ഞാൻ പറഞ്ഞത്, അമ്മ പറയുന്നൊന്നും കേൾക്കണ്ടെന്ന് ഇപ്പോഴേ പറഞ്ഞു പഠിപ്പിക്കുക. പിന്നെങ്ങനെയാ മോൾ എന്നെ അനുസരിക്കുന്നത്? മോളത് കാര്യക്കണ്ട. മോൾക്ക് ഇനി എന്താ വേണ്ടേ? ഐസ്ക്രീം മേടിച്ചു കൊടുക്കണോ? എന്നിട്ട് കൊഞ്ചിക്ക്. എന്ത് വാങ്ങിച്ചു കൊടുക്കണില്ലേ? എന്നിട്ട് ശരിക്കും കൊഞ്ചിക്കണോ? അച്ഛാ, നമ്മുടെ സ്നേഹം മുഴുവൻ കൊടുത്തത് കൊഞ്ചിക്ക്. ലോകത്തിലുള്ള സകല അച്ഛന്മാരും ഇങ്ങനെയാ. ഉള്ളെല്ലാം വിറ്റുപെറുക്കി മക്കളെ സ്നേഹിക്കും. അത് കഴിയുമ്പോ തന്നെ ഈ പെണ്ണുപിള്ള ഉണ്ടല്ലോ, തന്നെ ഞെട്ടിക്കുന്ന ഒരു പ്രവചനം നടത്തും. ഈ ഇരിക്കുന്ന കൊച്ച് തന്റെ അല്ലാന്നൊരു പ്രവചനം. വെറുതെ തെണ്ടിത്തരം പറഞ്ഞോണ്ടല്ലോ. ഇല്ലെങ്കിൽ ചേട്ടാ ഈ ചേച്ചിയോട് ചോദിച്ചു നോക്ക്, കൊച്ചിന്റെ തന്ത ആരാണെന്ന്. ചേച്ചി പറയും ചേട്ടനല്ല. എന്താണ് പറഞ്ഞത്? ചേട്ടാ പിഴയെ കൊണ്ട് വിട, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ഈ പറഞ്ഞൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന സത്യങ്ങളാ. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു എന്റെ കൊച്ച് എന്റെ അല്ലാന്ന്. പിന്നെ ഈ ചേച്ചി പറയില്ല ചേട്ടന്റെ കൊച്ച ചേട്ടന്റെ. കള്ള കുടിച്ച് അനാവശ്യം പറഞ്ഞോ? എന്താ ഇവിടെ വരുന്നവരൊക്കെ അപമാനിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ കുടിയന്മാരെയൊക്കെ അകത്ത് കയറ്റി ഇരുത്തിയിരിക്കുന്നത്? ചേട്ടാ എന്നെ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല. ചേട്ടാ ഒന്ന് തിരക്കി നോക്ക്. ഇപ്പൊ തിരക്കി വിവരം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടാനല്ലോ. ചേട്ടാ കയ്യത് ഈ ചേച്ചിയെ കാണണമെന്നറിയാം. എന്റെ ഭാര്യ പോലെ പേരും കള്ളിയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ കൊച്ചി ചേട്ടന്റെ അല്ലാന്ന്. സത്യം പറയുമ്പോ തല്ല അല്ലേ? നിന്നെ ഞാൻ കൊല്ലണം. കൊല്ലും. എന്റെ കൊച്ചെന്റെ കൈ
ആ ഇതാണ് ഈ നാടിന്റെ കുഴപ്പം. സത്യം പറഞ്ഞാ സത്യം പറയുന്നത് കിട്ടുന്നത് തല്ല്. ഈ ഭൂമിയിലുള്ള എല്ലാ ഭാര്യമാരും കള്ളികളാ. ഓ തനിക്കെന്താ വട്ടാണോ? ആഹാ ഓ തന്റെ ഭാര്യ തന്നെ ചോദിച്ചെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഭാര്യമാർ അങ്ങനെ വിചാരിച്ചോ? ഇനി താൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ചാണ്ടല്ലോ, താൻ ഇവിടെ അടികൊണ്ട് കിടന്ന് ഉരുളും. തന്റെ വീട്ടിൽ തന്നെ അച്ഛനാന്ന് വിളിക്കുന്ന കൊച്ചു തന്റെ ആണെന്നതിന് വല്ല ഉറപ്പുണ്ടോ? നിനക്ക് മടിയോ? പിടിക്കരുത്.